അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ന്യൂസാണ് 14 വയസ്സുകാരിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. സോഷ്യൽ മീഡിയകളിലെ ഇസ്ലാമിക വിരുദ്ധർ ഒരുപാട് ആഘോഷിച്ചിരുന്ന ഒരു ന്യൂസായിരുന്നു അത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ, അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടിയുടെ വിവാഹമല്ല കഴിഞ്ഞത്, എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ മലബാർ ഏരിയകളിൽ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ് മുട്ടായി കൊടുക്കുക, അങ്ങനെ ഉറപ്പിക്കുക എന്നുള്ളതൊക്കെ. അത് എൻഗേജ്മെന്റ് എന്നൊക്കെ പറയും. ആ ഒരു പ്രോഗ്രാമിനെ, ആ ഒരു ഫംഗ്ഷനെയാണ് ഇവർ വിവാഹമായി കാണുകയും അത് സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും അതിന്റെ കമന്റുകളിൽ ഇസ്ലാമിക് വിരുദ്ധർ വന്ന് കമന്റ് ഇടുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ 14 വയസ്സുകാരുടെ എൻഗേജ്മെന്റ് കഴിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു ഉറപ്പിക്കൽ നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം, കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. ഈ പെൺകുട്ടിക്ക്, 14 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ കുട്ടിയെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ഭദ്രത, സാമ്പത്തികമായുള്ള കഴിവ് ഈ കുട്ടിയുടെ ഫാമിലിക്കില്ല, ഉമ്മാക്കില്ല, ഉപ്പാക്കില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഏതായാലും പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻഗേജ്മെന്റ് ചെയ്തു വെച്ചു എന്നുള്ളത് മാത്രം. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് സംഘികൾ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് എന്നുള്ളതോ, സംഘികൾ കമന്റിലൂടെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതോ അതിനുള്ള മറുപടിക്കോ അല്ല. കാരണം അതിന് മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, പോത്തിന്റെ ചെവിയിൽ വേദമോദിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ നാവ് കുഴയുമ്പോൾ അതവർ നിർത്തും. മുസ്ലിമീങ്ങളായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. അതിന് പുറമെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കുട്ടികളെ നല്ല വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസവും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിക്കൊടുക്കുക. ഇനി അതിന് ഫാമിലിക്ക് കഴിവില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മഹല്ലുകാർ അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ചില നാടുകളൊക്കെ കാണാൻ സാധിക്കും, പല ആളുകളും പല നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് വീടില്ല, സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിൽ കയറി ഇറങ്ങുന്ന, അല്ലെങ്കിൽ മറ്റു വീടുകളിൽ കയറി ഇറങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ വളരെ മോശമായ സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ വേറെ വഴിയില്ല. നാട്ടുകാർ, മഹല്ലുകാർ തിരിഞ്ഞു നോക്കുന്നില്ല. പള്ളി കമ്മിറ്റിക്കാർ അതിനുള്ള മുന്നോടിയായിട്ടുള്ള അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം മഹല്ല് കമ്മിറ്റിക്കാർ, പള്ളിയുടെ വിരിവാണെങ്കിൽ, പള്ളിയുടെ പുനർനിർമ്മാണമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ അതിനൊക്കെ പള്ളി കമ്മിറ്റിക്കാർ, മഹല്ല് നിവാസികൾ ഒക്കെ ചേർന്ന് പിരിവുകളും വിദേശത്ത് പോവുകയും അങ്ങനെ വിദേശത്ത് പോയി പണം പിരിക്കുകയും അങ്ങനെ അവരുടെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ മഹല്ലുകാരുമല്ല, ചില മഹല്ലുകാർ മാത്രമേ ഇങ്ങനെ നാട്ടിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാതിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് പല നാട്ടിലേക്ക് പോയി സഹായം തേടുന്നതും അങ്ങനെയാണ് പല സംഭവങ്ങളൊക്കെ നടക്കുന്നതും. അപ്പം നമ്മുടെ നാട്ടുകാര്, മഹല്ല് നിവാസികള്, അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിക്കാർ ചേർന്ന് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തിരഞ്ഞെടുത്ത് അവരെ സഹായിക്കുക. കെട്ടിക്കാനുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായി സഹായിക്കുക. സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തവർ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ പഠിപ്പിക്കാനുള്ള ക്യാഷോ സാമ്പത്തിക ഭദ്രതയോ സാമ്പത്തിക സ്ഥിതിയോ അവർക്കില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ മഹല്ല് നിവാസികളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളൊക്കെ ചേർന്ന് പണമൊക്കെ സ്വരുക്ക് കൂട്ടി അവർക്ക് കൊടുത്ത് അവരെ പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമ്മളൊക്കെ കാണേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും സാമ്പത്തിക ഭദ്രത നൽകുമാറാവട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മാത്രം, അല്ലേ? ഒരുപാടാവുകയും ചെയ്യരുത്, എന്നാലോ ഇല്ലാതാവുകയും ചെയ്യരുത്. ഖിയാമത്ത് നാളാകുമ്പോൾ എല്ലാവരും പൈസക്കാരാവുന്ന, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പൈസ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. കുറച്ചപ്പുറത്ത് ഒരാൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, പൈസ ഇല്ലാത്ത പാവപ്പെട്ട ഒരാളാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അവിടെ എത്തുമ്പോൾക്ക് അവരും സമ്പത്തുള്ളവനായി തീരുന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളിലൂടെയൊക്കെ ഹദീസുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മതവിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി നമ്മുടെ മക്കളെയൊക്കെ മാറ്റുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.